ട്രൂമാൻ തന്റെ വിവാഹ ഫോട്ടോയിൽ ഒരു വിചിത്രമായ സൂചന കണ്ടെത്തി. ഭാര്യയുടെ രണ്ടു വിരലുകൾ തമ്മിൽ ദൈവത്തോട് നിശബ്ദമായി ക്ഷമാപണം നടത്തുന്നതുപോലെയായിരുന്നു അത്. ഈ അടയാളം അവരുടെ വിവാഹം യഥാർത്ഥമായിരുന്നില്ല എന്നതിന്റെ അർത്ഥമായിരുന്നു. അടുത്ത ദിവസം ട്രൂമാൻ ഭാര്യയോട് നേരിട്ട് ചോദിച്ചില്ല. പകരം സാധാരണ പോലെ അഭിനയിച്ചുകൊണ്ട്. ഇത്രയും വർഷങ്ങളായി അവൾ എന്താണ് ഒളിച്ചുവെക്കുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ ട്രൂമാൻ എന്താണ് പദ്ധതിയിടുന്നതെന്ന് ഭാര്യയ്ക്ക് ഇതിനകം തന്നെ അറിയാമായിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്നൊരു ഒഴികഴിവ് പറഞ്ഞേ. സാധാരണയായി അവൾ ഇത്ര തിരക്കിലല്ല, പക്ഷേ ഇന്ന് അവൾ വളരെ വ്യത്യസ്തമായി പെരുമാറുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ ട്രൂമാന്റെ സംശയങ്ങൾ ശക്തമായി. ഭാര്യ പോകാൻ പോകുമ്പോൾ ട്രൂമാൻ യാദൃശ്ചികമായി പറഞ്ഞു, "ഞാൻ നിങ്ങൾക്കായി എന്റെ വിരലുകൾ കൂട്ടിപ്പിടിക്കൂ." അവൾ നിർത്തി തിരിഞ്ഞു നോക്കി ഒരു പുഞ്ചിരി നിർബന്ധിച്ച് പുറത്തേക്ക് പോയി. ട്രൂമാൻ നിശബ്ദമായി അവളെ പിന്തുടർന്ന് ആശുപത്രിയിലേക്ക് പോയി. പക്ഷേ പ്രവേശന കവാടത്തിൽ ഒരു നഴ്സ് അവനെ തടഞ്ഞു. അവൻ പോകുന്നതായി നടിച്ചു, പക്ഷേ പെട്ടെന്ന് തിരിഞ്ഞ് നഴ്സിനെ പിന്തുടർന്നു. വഴിയിൽ വീൽചെയറുകളിലുള്ള ഒരു കൂട്ടം രോഗികൾ അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞു. ട്രൂമാൻ സമർത്ഥമായി തന്റെ വഴി മാറ്റി. എല്ലാ തടസ്സങ്ങളും മറികടന്ന് ട്രൂമാൻ ഒടുവിൽ ഓപ്പറേഷൻ റൂമിലെത്തി. ഈ മുഴുവൻ സജ്ജീകരണവും വ്യാജമാണെന്ന് ട്രൂമാൻ മനസ്സിലാക്കി. വ്യാജം പറഞ്ഞത് ഭാര്യ മാത്രമല്ലായിരുന്നു. ചുറ്റുമുള്ളതെല്ലാം ഒരു പാറ്റേണിൽ ആവർത്തിക്കുന്നത് ട്രൂമാൻ ശ്രദ്ധിച്ചു. ഇത് പരീക്ഷിക്കുന്നതിനായി അദ്ദേഹം വിചിത്രമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഷൂ കെട്ടാൻ റോഡിന്റെ മധ്യത്തിൽ നിർത്തി. പിന്നീട് ഇരുന്ന് ചുറ്റുമുള്ള ലോകത്തെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു. ഒടുവിൽ അദ്ദേഹം എല്ലാവരെയും വിശ്വസിച്ചു. എല്ലാം ഒരു ലൂപ്പിലായി. പാറ്റേണിൽ ഒരു ഇടവേളയ്ക്കായി അദ്ദേഹം നോക്കി. ആൾക്കൂട്ടത്തിൽ ഒരു അപരിചിതനെ കണ്ടു. തൊപ്പി ധരിച്ച ആ മനുഷ്യൻ ട്രൂമാനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ട്രൂമാൻ അവനെ ശ്രദ്ധിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് അപ്രത്യക്ഷനായി. ട്രൂമാൻ പിന്തുടരാൻ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്നൊരു ബസ് തന്റെ മുന്നിൽ നിന്നു. ആ നിമിഷം അടുത്ത വാഹനം പച്ചയായിരിക്കുമെന്ന് അയാൾക്ക് ഓർമ്മ വന്നു. അയാൾ ആത്മവിശ്വാസത്തോടെ തിരിഞ്ഞു പച്ച കാർ നിർത്താൻ ശ്രമിച്ചു. എന്തോ കുഴപ്പമുണ്ടെന്ന് ആ നിമിഷം അയാൾക്ക് കൂടുതൽ ബോധ്യമായി. ആരും തന്നെ തിരിച്ചറിയാത്ത ഒരു കമ്പനി കെട്ടിടത്തിലേക്ക് അയാൾ പെട്ടെന്ന് പോയി. ആളുകൾ അവനെ കണ്ടു പരിഭ്രാന്തരായി. ലിഫ്റ്റിന്റെ വാതിലുകൾ തുറന്നപ്പോൾ അതൊരു ലിഫ്റ്റല്ല, മറിച്ച് ഒരു ടിവി സെറ്റിന്റെ പിൻഭാഗമാണെന്ന് ട്രൂമാൻ കണ്ടു. ഒരു സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞ് അത് നിർമ്മാണത്തിലാണെന്ന് അയാളെ പുറത്താക്കി. പക്ഷേ ഈ ഒഴികഴിവ് കൂടുതൽ സംശയം ജനിപ്പിച്ചേ. ഇത്രയും വിചിത്രമായ സംഭവങ്ങൾക്ക് ശേഷം താൻ സത്യത്തിന്റെ ഒരു നേർക്കാഴ്ച മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് ട്രൂമാൻ മനസ്സിലാക്കി. വാസ്തവത്തിൽ അവൾ ഒരു ഭീമാകാരമായ കെട്ടിലാണ് താമസിക്കുന്നതെന്ന്. ടാവോയെ എന്ന ദ്വീപിൽ 6000 ഒളി ക്യാമറകൾ നിറഞ്ഞിരുന്നു. അവ ട്രൂമാന്റെ ജീവിതം തുടർച്ചയായി പ്രക്ഷേപണം ചെയ്ത്. നിങ്ങൾക്ക് ഒരു ട്രൂമാൻ പോലെ ഒരു ജീവിതം നൽകാൻ കഴിയുമോ? നിങ്ങളുടെ ചിന്തകൾ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമാ റീക്യാപ്പുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.